നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 12-ാം തീയതി, അതേപോലെ തന്നെ 1199-ാം ആണ്ട് കർക്കിടക മാസം 28-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഉദയ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം കുറച്ച് നേരമേ ഉള്ളൂ. അത് കഴിഞ്ഞ് വിശാഖം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും. വിശാഖ നക്ഷത്രമായാലും ചോതി നക്ഷത്രമായാലും ശുഭനക്ഷത്രം തന്നെയാണ്. അപ്പോൾ ശുഭനക്ഷത്രം, ശുഭദിനം. ഇന്ന് നല്ല ദിവസവും, അതായത് തിങ്കളാഴ്ച ചന്ദ്രൻ്റെ ദിവസമാണ്. ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ശരിക്ക് സൂര്യഭഗവാനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് മറ്റുള്ളവർക്കായിട്ട് പ്രകാശിക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. ഇപ്പോൾ ചന്ദ്രൻ്റെ ദിവസം എന്ന് പറയുമ്പോൾ ഏറ്റവും ശുഭപ്രദമായ ദിവസമായിട്ടാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. മാത്രമല്ല, ഒരു ഗ്രഹങ്ങളോടും ശത്രുതയില്ലാത്ത ഒരു ഗ്രഹവും കൂടിയാണ് ചന്ദ്രൻ. അതുകൊണ്ട് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ വളരെ ഐശ്വര്യബലത്തെ പ്രദാനം ചെയ്തതിന് ഒരു വർഷത്തെ ചിന്തിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് മാത്രമല്ല, ഗ്രഹനിർമ്മാണം, വാഹനം വാങ്ങുക, വിദേശ രാജ്യങ്ങളിൽ പോവുക, അല്ലെങ്കിൽ വസ്തു വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ അവസ്ഥ ഉണ്ടാവും. തിങ്കളാഴ്ച ബർത്ത്ഡേ വരികയും ശുഭ ദിവസം ആകയാലും ശുഭ നക്ഷത്രമാകയാലും നമുക്ക് ഐശ്വര്യബലത്തെ പ്രദാനം ചെയ്തു തരും. അതിന് സംശയം വേണ്ട. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുക. രാവുകാല സമയം എല്ലാ ദിവസവും ഉണ്ട്. 1.5 മണിക്കൂർ നേരത്തോളമാണ് രാവുകാല സമയം. കലണ്ടറിൽ എല്ലാ ദിവസവും രാവുകാലം രേഖപ്പെടുത്തും. രാവുകാലം ശരിക്കും തിങ്കളാഴ്ച ദിവസം 7:30 മണി മുതൽ 9 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 7:30 തൊട്ട് 9 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും രാവുകാല സമയം 7:51 ആരംഭിക്കുകയുള്ളൂ. 9:24 വരെ രാഹുവിൻ്റെ ബന്ധം നിൽക്കുന്ന സമയമാണ്. ഒന്നുകിൽ 9:24 ശേഷമോ അല്ലെങ്കിൽ 7:51 മുമ്പോ ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങിക്കൊള്ളുക. അതുപോലെ 2 സമയം, അതായത് ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. അപ്പോൾ യമകണ്ഠ കാല സമയവും അതുപോലെ ഗുളിക കാല സമയവും ഒരു ശുഭകാര്യത്തിന് നല്ലതല്ല. എല്ലാവരും രാഹുവൊക്കെ നോക്കിയിട്ട് യാത്രയൊക്കെ തിരിക്കും. മറ്റു കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ പോകുമ്പോൾ രാഹുവിനെ നോക്കും. ഇപ്പോൾ ഗുളികനും യമകണ്ഠനും ഒരു കാര്യങ്ങൾക്കും നല്ലതല്ല. ഇവിടെ ഗുളിക കാല സമയം വരുന്നത് 2 മണി 2 മിനിറ്റ് തൊട്ട് 3 മണി 33 മിനിറ്റ് വരെയാണ്. അതുപോലെ യമകണ്ഠ കാല സമയം വരുന്നത് 10 മണി 57 മിനിറ്റ് തൊട്ട് 12 മണി 29 മിനിറ്റ് വരെയും യമകണ്ഠ കാല സമയം. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം, നമുക്ക് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12 മണി 5 മിനിറ്റ് തൊട്ട് 12 മണി 53 മിനിറ്റ് വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയവും എന്ത് ശുഭകാര്യത്തിനും എടുക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ തന്നെ ഇന്നത്തെ ദിവസം കൊള്ളാം, ഓരോ കാര്യങ്ങൾക്ക് എടുക്കാം. അതിൽ ശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം എന്നറിയണം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ നമ്മളെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുക. വെളുത്ത കളറോ അല്ലെങ്കിൽ പേള് എല്ലാവർക്കും അറിയാം, പേളിൻ്റെ കളറോ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ വസ്ത്രധാരണത്തിൽ ഈ കളർ ഉൾപ്പെടുത്തിയപ്പോൾ നമുക്ക് പ്രകാശം, പ്രകൃതിയിലുള്ള ഈ പ്രകാശം എല്ലാം പ്രകൃതിയിലുണ്ട്, അത് ആഗിരണം ചെയ്ത് നമ്മളിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ടാണ് ആ കളർ അന്ന് യൂസ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം. അങ്ങനെ എല്ലാ പേർക്കും നല്ലത് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.